ഒരു വിദേഹത്തുകാരന്റെ പ്രായമുള്ള ഒരു ഉപ്പാപ്പ മരിച്ചു വിചാരിക്കാം എങ്കിൽ എന്താ സംഭവിക്കുക? ഗൾഫിൽ നിന്ന് ഫാമിലിയൊക്കെ വന്നു ഇതിനെ കണ്ടപ്പോൾ തന്നെ പേരക്കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഒരു ഉപ്പാപ്പ വീഡിയോ കോൾ ചെയ്തിട്ട് ഉപ്പാപ്പക്ക് മോളെന്താ കൊണ്ടുവരാന്നൊക്കെ ചോദിച്ചു. ഉപ്പാപ്പല്ലേ ആ കുട്ടീനെ കരഞ്ഞോണ്ട് വരക്കാൻ പോകും. എന്ത് എന്റെ ഉപ്പാപ്പാക്ക് നീ സ്വർഗം അങ്ങനെ വരക്കാൻ പോകുമ്പോൾ വഹാബിയായ ഉപ്പ ഈ കുട്ടീന്റെ കൈക്കൊരു മുള്ള കൊടുത്തു. ഞാൻ മിണ്ടാണ്ട് നടന്നു. അപ്പൊ ഇതിനുള്ളത് മരിച്ചവർക്ക് വരക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഉണങ്ങിയ ഇത് കേട്ടില്ലേ സഹോദരന്മാരെ? സലഫികളെ മേലെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, ഈ മുസ്ലിയാരെ വെല്ലുവിളിക്കുക. ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയോ? ഈ മുസ്ലിയാരാവട്ടെ സമസ്തയുള്ള മറ്റാരാവട്ടെ ഈ പറഞ്ഞതിന് സലഫികൾ മരിച്ചുപോയ ആൾക്കാർക്ക് ദുആ ചെയ്യില്ലാന്ന്, അതിന് സമ്മതിക്കില്ലാന്ന്. ഈ മുസ്ലിയാക്കന്മാർ ഇവരൊക്കെ മുകളിലുള്ള നേതാക്കന്മാരൊക്കെ ഇതുപോലെ പല വിദ്വേഷ പ്രചരണങ്ങളും ഒരു തെളിവില്ലാതെ പ്രചരിപ്പിക്കുന്നതാണ് കാലങ്ങളായിട്ട്. അതിനൊക്കെ പിടികൂടിയാൽ അതിനും പിന്നീടും ന്യായീകരിക്കാന്നല്ലാതെ ഇവരത് തിരുത്താറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, പരലോകത്ത് വിശ്വാസമുള്ള ഒരാൾക്ക് ഇത് കഴിയോ? ഒരു മുസ്ലിമിന് ഇത് കഴിയോ? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളം പറയാൻ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സലഫികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവർ ദീനായിട്ട് എന്താണോ നമുക്ക് കാണിച്ചു തന്നത് അത് മാത്രം അംഗീകരിക്കുക, അത് മാത്രം സ്വീകരിക്കുക എന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അല്ലാതെ പല ആൾക്കാരും സ്വന്തം ഇഷ്ടത്തിന് ദീനിൽ കടത്തിക്കൂട്ടിയത് അത് ദീനാന്ന് പറഞ്ഞ് കൊണ്ടെടുക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് ദീന് നമ്മൾക്ക് പൂർത്തിയാക്കി തന്നെന്നുള്ളത്. പിന്നെ അതിലേക്ക് ഒന്നും കടത്തി കൂട്ടേണ്ടതില്ല. മരിച്ച ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഹജ്ജും ഉംറയും മക്കൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റും, ദുആവും സദക്കയും അതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ 7, 14, 40 ആണ്ടെന്ന് പറഞ്ഞിട്ട് തിന്നാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ദീനിലേക്ക് കടത്തി കൂട്ടുക. എന്നിട്ട് അതിനൊക്കെ ആള് പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ സലഫികൾക്കെതിരെ ഇതുപോലെ പച്ചക്കള്ളങ്ങളും ആരോപിക്കുക. അപ്പോൾ ഈ മുസ്ലിയാരോട് പറയാനുള്ളത്, ഈ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അല്ലാതെ ഈ മക്കാ മുശ്രിക്കുകളും ജൂതന്മാരൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ആരോപിച്ചതുപോലെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ വിദ്വേഷ പ്രസംഗം പ്രചരിപ്പിക്കരുത്. പരലോകത്തിൽ വിശ്വാസമുള്ള യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളതായത് സാധാരണക്കാർ മനസ്സിലാക്കുക. ഇതൊക്കെ ഇവരൊക്കെ കള്ളത്തരങ്ങൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ധാരാളം ആൾക്കാർ സത്യം മനസ്സിലാക്കി ഇങ്ങോട്ട് മാറുന്നുണ്ട്, യഥാർത്ഥ അഹ്ലുസുന്നക്ക് വരുന്നുണ്ട്. ഇത് പിടിക്കാത്തത് കൊണ്ടാണ് ഇവരിതുപോലെ പല വിദ്വേഷ പ്രസംഗങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി സാധാരണക്കാർ ഈ അടുത്ത വീഡിയോ ഒന്ന് കേട്ടു നോക്കുക. സലഫികൾ മരിച്ചു പോയവർക്ക് ദുആ ചെയ്യാനാണോ ചെയ്യരുത് എന്നാണോ പറയുന്നത് എന്നുള്ളത്. മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് തസ്ബീത്തിന് വേണ്ടി ചോദിക്കുക. ഖബർ സന്ദർശന വേളയിൽ അവർക്ക് സലാം പറയുക, അവർക്ക് റഹ്മത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി തേടുക, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമായ കാര്യമാണ്. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം ദുആ ആണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. സദഖയേക്കാൾ അഫ്ളലായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. സദഖയേക്കാൾ ചില ആളുകൾ സദഖ ധാരാളം കൊടുക്കും, ചാക്ക് കണക്കിന് പരിവർത്തനം. പക്ഷേ ദുആ ചെയ്തോ പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാവും, പിന്നെ മറന്നുപോകും. ദുആ ആണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്.